യേശുവിൽ സ്നേഹമുള്ള വചനയാത്ര ശ്രോതാക്കളെ, തിരുസഭ ഇന്ന് ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. 1917 പോർച്ചുഗലിലെ ഫാത്തിമ ഗ്രാമത്തിൽ 3 ഇടയ സഹോദരങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ കന്യകാമറിയത്തിന് നൽകിയ പദവിയാണ് ഫാത്തിമയുടെ മാതാവ് അഥവാ ഫാത്തിമയുടെ വിശുദ്ധ ജപമാലയുടെ മാതാവ്. ആട് മേച്ചു നടന്നിരുന്ന ലൂസിയ ഡോ സാന്റോസ്, കസിൻസായ ഫ്രാൻസിസ്കോ, ജസീന്ത മാർട്ടോ എന്നീ 3 കുട്ടികൾക്കാണ് പരിശുദ്ധ അമ്മ പല പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട് ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ ലോക സമാധാനത്തിനായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ അവരെ ഉദ്ബോധിപ്പിച്ചു. ആത്മാക്കൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി തൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തിയുടെ ആവശ്യകത അവരോട് ഊന്നി പറഞ്ഞിരുന്നു. പരിശുദ്ധ അമ്മ അവർക്ക് നൽകിയ 3 രഹസ്യങ്ങളിൽ 1, 2 ലോകമഹായുദ്ധങ്ങളെക്കുറിച്ചും കമ്മ്യൂണിസത്തിൻ്റെ ഉയർച്ചയും തകർച്ചയെക്കുറിച്ചും വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പയുടെ വധശ്രമത്തെക്കുറിച്ചും പ്രതിപാദിച്ചിരുന്നു. 1930 പരിശുദ്ധ കത്തോലിക്കാ സഭ ഫാത്തിമ സംഭവങ്ങൾ വിശ്വാസയോഗ്യമാണ് എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥാടന ദേവാലയങ്ങളിലൊന്നായി ഫാത്തിമ മാറി. പരിശുദ്ധ ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ ഏവർക്കും സന്തോഷത്തോടെ ആശംസിക്കുന്നു. ഫാത്തിമ മാതാവ് നൽകിയ ദൈവിക രഹസ്യങ്ങൾ ഇന്നത്തെ വചനഭാഗവുമായി വളരെയേറെ ബന്ധമുള്ളതാണ്. യേശു വ്യക്തമായി അവരോട് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്ന്. സാധാരണഗതിയിൽ യേശുവിൻ്റെ പഠനങ്ങളെല്ലാം ഉപമകളിലൂടെ ആയിരുന്നു. എന്നാൽ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നതിന് മുമ്പ് അവിടുന്ന് എല്ലാ കാര്യങ്ങളും സ്പഷ്ടമായി അവരോട് സംസാരിക്കുകയാണ്. അതിൻ്റെ കാരണമായി യേശു പറയുന്നത്, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തുന്നതിനാണ് എന്ന്. താൻ പ്രത്യേകമായി തെരഞ്ഞെടുത്ത തൻ്റെ ശിഷ്യന്മാർ ഓരോരുത്തരായി തന്നെ ഉപേക്ഷിച്ചു പോകുമെന്നും തന്നെ തനിച്ചാക്കുമെന്നും, എന്നാൽ താൻ തനിച്ചല്ല, പിതാവ് എന്നോടൊപ്പമുണ്ട് എന്നും യേശു ഇവിടെ വളരെ വ്യക്തമായി പ്രതിപാദിക്കുകയാണ്. യേശുവിൻ്റെ ഉപമകളിലൂടെ അല്ലാത്ത സംസാരം യേശു ആരാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ശിഷ്യന്മാരുടെ ഈ അറിവ് ശാശ്വതമല്ല എന്നും അതിനെ ഉപേക്ഷിക്കുവാൻ അവർക്ക് യാതൊരു വൈമനസ്യവും ഉണ്ടാവുകയില്ല എന്നും യേശുവിന് വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് നീ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് എന്നും നീ ദൈവത്തിൽ നിന്ന് വന്ന പരിശുദ്ധനാണ് എന്നും ഇതിനാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു എന്നും പറയുമ്പോഴും യേശു അവരിൽ വിശ്വാസം അർപ്പിക്കാതിരിക്കുന്നത്. തന്നിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഇവർ തന്നെ തങ്ങളുടെ ജീവനെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ഓരോരുത്തരും യേശുവിനെ ഉപേക്ഷിച്ച് തങ്ങളുടെ വഴിക്ക് പോകുമെന്നും അവിടത്തേക്ക് വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് യേശു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാവുന്നത്. ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടനിൽ നിന്ന് കാത്തു സംരക്ഷിക്കണം എന്നാണ് യേശുവിൻ്റെ പ്രാർത്ഥന. യേശു ലോകത്തിൻ്റെത് അല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെത് അല്ലാത്തതുകൊണ്ടും ലോകം നിങ്ങളെ വെറുക്കുമെന്നും അതിൻ്റെ ഫലമായി ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും എന്ന് യേശു അവരെ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ ഞാൻ ലോകത്തെ കീഴടക്കിയതിനാൽ നിങ്ങളും സുരക്ഷിതരായിരിക്കും എന്നുകൂടി യേശു അവർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന നമുക്കും യേശുവിൻ്റെ ഈ വചനങ്ങൾ പ്രതീക്ഷ നൽകുന്നവയാണ്. മാതാവ് ആ 3 ഇടയ ബാലകരോട് വെളിപ്പെടുത്തിയ സന്ദേശങ്ങൾ തന്നെയാണ് ഇന്ന് നമുക്ക് നൽകുന്നത്. ലോക സമാധാനത്തിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഇന്നിത് ഏറെ പ്രസക്തമാണ്. നമ്മുടെ കരങ്ങളിൽ മുറുകെ പിടിക്കുന്ന ജപമാലയും അധരങ്ങളിൽ ഉരുവിടുന്ന ജപമാല പ്രാർത്ഥനയുമാണ് നമുക്കും ലോകത്തിനും ഇന്ന് സമാധാനത്തെ പ്രദാനം ചെയ്യാൻ സാധിക്കുന്നത്. അതോടൊപ്പം പാപികളുടെ മാനസാന്തരത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി മാതാവിൻ്റെ വിമല ഹൃദയഭക്തിയിൽ നമുക്ക് വളരാം. അങ്ങനെ നമ്മളെയും ലോകത്തെയും മുഴുവനായി നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.